ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ. ഏകദേശം ഇവിടുത്തെ സെറ്റപ്പ് കാണാൻ പറയാലോ. ഇതൊരു റേഡിയോ സ്റ്റുഡിയോ ആണ്, ആഹാ റേഡിയോ. നമസ്കാരം ടൊറന്റോ, ഞാൻ ജിതു ജോസഫ് തോമസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഖിൽ. ഹലോ ടൊറന്റോ, ഞാൻ പ്രീതി ജയകുമാർ. ഹലോ ടൊറന്റോ, ഞാൻ സാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ പ്രവിത. ഹലോ നമസ്കാരം ടൊറന്റോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ കൽപ്പന. ഹായ് നമസ്കാരം, നിതിൻ രാജീവൻ. പേര് ആർജെ അന്ന. നമസ്കാരം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ കാനഡയിൽ എസ്പെഷ്യലി ഈ ഒരു ടൊറന്റോയിൽ ഏറ്റവും കൂടുതൽ ആളുകളും സംസാരിക്കുന്നത് ആഹ എന്ന് പറയുന്ന ഒരു വാക്കാണ്. മറ്റൊന്നും കൊണ്ടല്ല, ആഹ എന്ന പേരിൽ ഒരു ആഹ റേഡിയോ ഉണ്ട്, ആഹ പ്രൈം ഉണ്ട്. അതിന്റെ സ്ഥാനതകൾ രണ്ടുപേരാണ് നമ്മുടെ കൂടെയുള്ളത്. അരുൺ അനിയൻ, അതുപോലെ തന്നെ ലജു രാമചന്ദ്രൻ, ഇവർ രണ്ടുപേരാണുള്ളത്. അപ്പൊ നമുക്കെന്ന് അറിയേണ്ടത് ഇവരെ എന്താണ് ആഹ എന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ പോകുന്നത്. ഏകദേശം ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 3 മാസത്തോളമായി ആഹ റേഡിയോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചെവിടുകളിൽ ഇങ്ങനെ നെഞ്ചിനുള്ളിൽ അതുപോലെ തന്നെ ആഹ പ്രൈം, അതേപോലെ തന്നെ ഈ പുതിയ പുതിയ സാധനങ്ങൾ പലതും വരുന്നുണ്ട് ആഹയുടെ ബാനറിൽ ഞാൻ കേട്ടു. ഒന്നറിഞ്ഞ പോലെ എന്താണ് ആഹ, എങ്ങനെയാണ് ആഹ? അത് ആഹ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൗത്ത് ഏഷ്യൻ ഒരു ഫ്രേസ് ആണത്. ആ ഫ്രേസ് നമ്മൾ ആദ്യം ഇത് പറയുന്ന പോലെ നമ്മള് ആഹ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആഹ പറയും. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ജോയ്ഫുൾ ഫ്രേസ്. നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു സംഭവം, ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നി നമ്മൾ പറയും ആഹ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു പറയുമ്പോൾ തന്നെ അതിനൊരു സന്തോഷം ഉളവാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഒരു റേഡിയോനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടിയതിന്റെ വെച്ചിട്ട് ഏറ്റവും നല്ല പേരിലാണ് ഞങ്ങൾ ഒന്ന് ലാൻഡ് ചെയ്തത്. അതിന് ആഹ എന്ന് പറഞ്ഞ് പേരിടാന്ന് പറഞ്ഞ് എല്ലാവരും അത് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ജോയ്ഫുൾ മൊമെന്റ് ഉണ്ടല്ലോ, അത് ആ ഒരു ആഹ മൊമെന്റ്സ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം ക്രിയേറ്റിംഗ് ആഹ മൊമെന്റ്സ് വിത്തിൻ പീപ്പിൾ, ദാറ്റ് ഇസ് വാട്ട് വി ആർ എയിമിംഗ് അറ്റ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് ആഹയുടെ ആ ഒരു പേരിൽ നമ്മൾ വന്ന് ലാൻഡ് ചെയ്തത്. അപ്പം നിങ്ങൾ ഈ പേര് ആദ്യമായിട്ട് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞപ്പോ പല ഫ്രണ്ട്സിനോട് നിങ്ങൾ പറയുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, അപ്പൊ അതിന്റെ പേര് ആഹ